കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊടകര കുഴൽപ്പണ കേസിനെ പറ്റി അറിയില്ലെന്ന ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ വാദം ശരിയല്ലെന്ന് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 41 കോടി രൂപ കർണാടകയിൽ നിന്ന് കുഴൽപ്പണമായി എത്തിയതായി ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. CPM BJP ഒത്തുകളിയെ തുടർന്നാണ് കൊടകര കേസ് അന്വേഷണം നിലച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണ ഒഴുക്ക് തടയാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കുമ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടകര കുഴൽപ്പണ കേസിനെ പറ്റി മാധ്യമങ്ങൾ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറലിനോട് ചോദിച്ചത്. കേട്ടുകേൾവിയേ ഉള്ളെന്നും പണം താങ്കൾക്ക് കൈമാറിയിട്ടില്ലെന്നും കൂടുതലൊന്നും അറിയില്ലെന്നായിരുന്നു ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ദേബ് ജ്യോതി ദാസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണം കൊടകരയിൽ കൊള്ളയടിച്ചതും അതിൽ 1,56,00,000 രൂപ പോലീസ് പിന്നീട് കണ്ടെത്തിയതും ഇൻകം ടാക്സിനെയും എൻഫോഴ്സ്മെന്റിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെയും അതിനുശേഷവും 3 റിപ്പോർട്ടുകളാണ് ആദായ നികുതി വകുപ്പ് നൽകിയത്. 2021 ഓഗസ്റ്റ് 8 നൽകിയ അവസാന റിപ്പോർട്ടിൽ കുഴൽപ്പണ ഇടപാടിന്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയിച്ചിരുന്നു. 41 കോടി രൂപയാണ് കുഴൽപ്പണവുമായി കർണാടകയിൽ നിന്ന് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തിയത്. 5 സ്രോതസ്സുകൾ വഴിയായിരുന്നു ഈ പണത്തിന്റെ വരവ്. ഇതിൽ ഒരു സോഴ്സിൽ നിന്നുള്ള പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടവർ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നു.